എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടം നിഗൂഢതകൾ ഒളിഞ്ഞുകിടക്കുകയാണോ അതോ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനാപകടത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ് അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം എമർജൻസി എക്സിറ്റ് സമീപം ആണ് രക്ഷപ്പെട്ടത്. ഒപ്പം യാത്ര ചെയ്ത അദ്ദേഹത്തിന്റെ സഹോദരൻ അപകടത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. കത്തിയെരിയുന്ന വിമാനത്തിൽ നിന്ന് വിശ്വാസ് രക്ഷപ്പെട്ട് നടക്കുന്ന പുതിയൊരു വീഡിയോ ആണ് പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള നിഗൂഢമായ ആലോചനകളും സിദ്ധാന്തങ്ങളും എല്ലാം തന്നെ പ്രവചിച്ചു തുടങ്ങിയിരിക്കുകയാണ്. വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വഴി എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അദ്ദേഹം വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണം എന്നാണ് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത്. വിശ്വാസ് ആ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടില്ലെന്ന് വരെ ചിലർ പറയുന്നുണ്ട്. ബോർഡിംഗ് പാസിൽ തെളിവുകളൊന്നും അവർക്ക് ഒരു പ്രശ്നമായിരുന്നില്ല. ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ഏകദേശം 600 അടി ഉയരത്തിൽ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ എമർജൻസി വാതിൽ ഒരു സാധാരണ യാത്രക്കാരന് തുറക്കാൻ കഴിയുമോ? അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് വ്യോമയാന വിദഗ്ധരായ ജേക്കബ് കെ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമായൊരു ഉത്തരവ് നൽകിയിരുന്നു. വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയുമോ? അതുപോലെ തന്നെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ കുറിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലെ അത്ഭുതം മാറ്റിവെച്ച് ആ ആരോപണം സത്യമാണോ, എത്രമാത്രം സാധ്യതയുണ്ടെന്ന് നോക്കുക മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് ഫിലിപ്പ് പറഞ്ഞത്. ഏകദേശം 600 അടി ഉയരത്തിൽ പറന്നുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോയിങ് 787 വിമാനം എമർജൻസി വാതിൽ ഒരു സാധാരണ യാത്രക്കാരന് തുറക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് ഇതിനുള്ളിൽ ലളിതമായൊരു ഉത്തരം നൽകിയിരിക്കുന്നത് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നും താഴെ വിശദീകരിക്കുന്നുണ്ട്. ക്യാബിനിലെ ഉയർന്ന വായു സമ്മർദ്ദം വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിമാനത്തിനുള്ളിലെ വായുമർദ്ദവുമാണ്. എന്താണ് വായുമർദ്ദം? നാം ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ വായുവിന് ഒരു മർദ്ദമുണ്ട്. എന്നാൽ ഉയരം കൂടുന്തോറും ഈ വായുമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ വലിയ ഉയരത്തിൽ, അതായത് ഉദാഹരണത്തിന് വിമാനം പറക്കുന്ന 30,000 അല്ലെങ്കിൽ 40,000 അടി ഉയരം, പുറത്തെ വായുമർദ്ദം വളരെ കുറവായിരിക്കും. മനുഷ്യർക്ക് ആ ഉയരത്തിൽ ശ്വാസമെടുക്കാൻ കഴിയില്ല. വിമാനത്തിലെ ക്രമീകരണത്തെ കുറിച്ച് സംസാരിക്കാൻ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വിമാനത്തിനുള്ളിൽ വായുവിന്റെ മർദ്ദം കൃത്യമായി നിയന്ത്രിക്കും. ഇത് സാധാരണ നിലയിലുള്ള സമുദ്രനിരപ്പിൽ സമ്മർദ്ദത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ ഉള്ളിൽ പുറത്തുള്ളതിനേക്കാൾ ഉയർന്ന വായു സമ്മർദ്ദം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് വാതിൽമേലുള്ള ഒരു മർദ്ദമാണ്. വിമാനങ്ങളുടെ വാതിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അകത്തേക്ക് തുറക്കുന്ന രീതിയിലാണ്. അതായത് വിമാനത്തിനുള്ളിൽ ഉയർന്ന മർദ്ദം കാരണം വാതിലിന്മേൽ എപ്പോഴും പുറത്തേക്കൊരു വലിയ തള്ളൽ ഉണ്ടാകും. ഈ തള്ളൽ അത്രയ്ക്ക് വലുതാണ്. ഒരു മനുഷ്യന് അത് തള്ളി തുറക്കാൻ കഴിയില്ല. ഈ തള്ളൽ എത്ര വലുതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാബിനിലെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തെക്കാൾ 1 PS1 കൂടുതലാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു ചെറിയ മർദ്ദ വ്യത്യാസം മാത്രമാണ്. 1 IPS1 എന്നാൽ ഒരു ചതുരശ്ര സെന്റിമീറ്റർ, അതായത് ഏകദേശം 0.07 കിലോഗ്രാം ഭാരത്തിന് തുല്യമായ തള്ളലാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഒരു ബോയിങ് 878 വിമാനത്തിന്റെ വാതിലിന് ഏകദേശം 268 സെന്റിമീറ്റർ ഉയരവും 170 സെന്റിമീറ്റർ വീതിയുമുണ്ട്. ഈ വാതിലിന്റെ മൊത്തം വിസ്തീർണം കണക്കാക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്കുള്ള വായുവിന്റെ തള്ളൽ ഏകദേശം 3203.32 കിലോഗ്രാം, ഏകദേശം 3.2 ടൺ ആയിരിക്കും. അതായത് 3 ടണ്ണിലധികം ബലത്തിൽ വിമാനത്തിന്റെ വാതിൽ പിടിച്ചു വലിക്കാൻ കഴിയുന്ന ഒരു യാത്രക്കാരനും ഇല്ലാത്തതുകൊണ്ട് പേടിക്കേണ്ടതില്ല. വിമാനം കൂടുതൽ ഉയരത്തിലേക്ക് പറന്നുയരുന്തോറും അകത്തും പുറത്തും തമ്മിലുള്ള ഈ മർദ്ദ വ്യത്യാസം കൂടുകയും വാതിൽമേലുള്ള തള്ളൽ കൂടുതൽ ഭീമമായി വർദ്ധിക്കുകയും ചെയ്യും. അടുത്തത് ഫ്ലൈറ്റ് ലോക്ക് ആണ്. എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന 600 അടി പോലുള്ള കുറഞ്ഞ ഉയരത്തിൽ മർദ്ദ വ്യത്യാസം തീരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ വാതിൽ അകത്തു നിന്നും ഉള്ളിലേക്ക് വലിച്ചു തുറക്കുക കൂടെ എന്നൊരു സംശയം സ്വാഭാവികമായും വരാം. ഇവിടെയാണ് വിമാനത്തിലെ ഫ്ലൈറ്റിലേക്ക് സിസ്റ്റം എന്ന സുരക്ഷാ സംവിധാനത്തിന്റെ പ്രാധാന്യം വരുന്നത്. അതായത് ഓട്ടോമാറ്റിക് ലോക്കിംഗ്. വിമാനം തറയിൽ നിന്നും ഉയർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വാതിലുകൾ ഓട്ടോമാറ്റിക്കായി പൂട്ടപ്പെടുന്നു. ഇത് യാത്രക്കാർക്ക് തുറക്കാൻ കഴിയാത്ത വിധമാണ് പൂട്ടുക. അടുത്തത് ഇലക്ട്രോണിക് നിയന്ത്രണങ്ങളാണ്. ഈ പൂട്ടുകൾ അവയുടെ സ്ഥാനത്ത് ഉറച്ചും നിർത്തുന്നത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വാതിൽ വലിച്ചു തുറക്കാൻ ശ്രമിച്ചാൽ 1 ഇഞ്ച് പോലും
ഇവ വാതിൽ വിട്ടുതരില്ല. പറക്കലിനിടയിൽ എയർ ഹോസ്റ്റസ്മാർക്കും വാതിൽ തുറക്കാൻ കഴിയില്ല. വിമാനത്താവളത്തിൽ വിമാനം നിർത്തിയിടുമ്പോൾ മാത്രമാണ് ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കുന്നത്. അതിനാൽ തന്നെ അവർക്ക് കൃത്യമായ പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. വാതിൽ പിടി എങ്ങനെ തിരിക്കണമെന്നും കറക്കണമെന്നുമുള്ള സങ്കീർണമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ആദ്യമായി തൊടുന്ന ഒരു യാത്രക്കാരന് യാതൊരു ധാരണയും ഉണ്ടാവില്ല. പിന്നെ വരുന്നത് എമർജൻസി എക്സിറ്റിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ്. അത് തുറക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് പിന്നീട് ഉയരുന്നത്. വിമാനത്തിന്റെ എല്ലാ വാതിലുകളും ഒരേപോലെയുള്ളതാണ്. പേര് എമർജൻസി എക്സിറ്റ് എന്നാണെങ്കിലും സുരക്ഷാ സംവിധാനങ്ങളുടെ കാര്യത്തിൽ മറ്റു വാതിലുകളുമായി ഇതിന് വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഇത് തുറക്കണമെങ്കിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ക്യാബിൻ ക്രൂവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അടുത്തത് വൈദ്യുതി നിലച്ചാൽ ലോക്കുകൾ എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. വാതിലിലെ ലോക്കുകൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ഈ അപകടത്തിന് മുൻപ് വിമാനത്തിലെ ടാറ്റ്, അതായത് അടിയന്തര സാഹചര്യത്തിൽ വിമാനത്തിന് വൈദ്യുതി നൽകുന്ന ഉപകരണമുണ്ട്. പ്രവർത്തിച്ചിരിക്കുന്നത് വൈദ്യുതി പൂർണ്ണമായി നിലച്ചുകൊണ്ടാണെന്ന വ്യക്തമായ ഒരു സാഹചര്യത്തിൽ അത് വാതിൽ പൂട്ടാൻ ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന സംശയവും ഉണ്ടാകാം. എന്നാൽ ഇവിടെയും പേടിക്കേണ്ടതില്ല. വൈദ്യുതി നിലച്ചാൽ വാതിലിലെ പൂട്ടുകൾ അവ ഏത് അവസ്ഥയിലായിരുന്നോ അതേ പൂട്ടിൽ നിലനിൽക്കുകയും നിശ്ചലമാവുകയും ചെയ്യും. അതായത് കറണ്ട് പോയാലുടൻ വാതിൽ തുറന്ന് ചാടാൻ കഴിയില്ല എന്നർത്ഥം.